നമസ്കാരം. ഇന്ന് നമ്മളിൽ പലർക്കും ഉള്ളത് ഇപ്പോൾ ഒരുപാട് വ്യാപിച്ചു വരുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴല്ല, പണ്ട് മുതലൊക്കെ കുറേ നാൾക്ക് മുതൽ തുടങ്ങിയതാണിത്. നമ്മുടെ ഡയബറ്റിക് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പലരും ചെയ്യുന്നുണ്ട്. കുറേ അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട്. അക്യുപഞ്ചറിലൊക്കെ നല്ല റിസൾട്ടാണ്. സുജോക്ക് അക്യുപഞ്ചറിലേക്കൊക്കെ നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്, പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്യാതെ. അപ്പോൾ ഞാനിന്ന് ഇവിടെ പറയുന്നത് റെഫ്ലക്സോളജി, സുജോക്ക് റെഫ്ലക്സോളജി അല്ലെങ്കിൽ അക്യുപ്രഷർ റെഫ്ലക്സോളജി എന്നൊക്കെ പറയും. നമ്മുടെ കൈപ്പത്തിയിലും കാൽപാദങ്ങളിലും മർദ്ദം കൊടുത്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് റെഫ്ലക്സോളജി എന്ന് പറയുന്നത്. ഇതിൽ കൂടെ നമുക്ക് ഡയബറ്റിക്കിനെ പൂർണ്ണമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം, ഷുഗർ എന്നുള്ള പ്രശ്നം എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, എൻ്റെ കയ്യിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുണ്ടോ? ഓക്കെ, ഈ പോയിൻ്റ് ശ്രദ്ധിച്ചു. ചൂണ്ടുവിരലും നടുവിരലും മധ്യ വരുന്നൊരു പോയിൻ്റ് നമ്മുടെ കൈപ്പത്തിയിൽ, അതിന് താഴെ ഈ രണ്ട് വിരലിൻ്റെ താഴെയായിട്ട് വരുന്ന പോയിൻ്റ്, ഈ ലേഫ് രേഖ മുറിയുന്നിടത്ത്. അതേമാതിരി തന്നെ നമ്മളെ ഈ നടുവിരൽ മടക്കുമ്പോൾ ഒന്ന് ടച്ച് ചെയ്യുന്ന പോയിൻ്റ്, പിന്നെ നമ്മളെ റിസ്റ്റിൽ തുടങ്ങുന്ന മിഡിൽ പോയിൻ്റ്. ഇത്രയും പോയിൻ്റിൽ 50 വട്ടം പോകുന്നത്, ഓരോ പോയിൻറ്റും 50 വട്ടം വീതം. രണ്ട് കയ്യിലുണ്ട് ഇത്, രണ്ട് കയ്യിലും ബൈലാറ്ററൽ പോയിൻ്റാണ്. രണ്ട് കയ്യിലും നമ്മൾ 50 വട്ടം വീതം, 50 പ്രാവശ്യം വീതം, രാവിലെ ഉച്ചക്ക് വൈകിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കൈപ്പത്തിൽ 200, 4 എണ്ണം ഉണ്ട്, 4 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ 200 പ്രാവശ്യം 50 വീതം, 50 × 4 200 പ്രഷർ കൊടുക്കുക നന്നായിട്ട്. അതേമാതിരി ഇപ്പോഴത്തെ കയ്യിൽ. കൂടാതെ നമുക്ക് ഉറക്കം, വിശപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണം നമ്മൾ. അത്യാവശ്യം ചെറിയ വ്യായാമം, ഒന്നുമില്ല, വ്യായാമം നമുക്ക് വീടിന് ചുറ്റും ഒരു 10 റൗണ്ട് രാത്രി നടന്നാലും മതി. അല്ലാതെ ഒരുപാട് നമ്മൾ പുറമെ നടക്കുകയോ ഓടിക്കുകയോ ഇതൊക്കെയോ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഷുഗർ നമുക്ക് മാറ്റിയെടുക്കാവുന്ന. ഫുഡ് കൺട്രോൾ ചെയ്യുക, അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒരു ടൈമിൽ ധാരാളം ഭക്ഷണം കഴിക്കാതിരിക്കുക, അപ്പം ഭക്ഷണത്തോടൊപ്പമുള്ള വെള്ളം കുടി, ഇതൊക്കെ കൺട്രോൾ ചെയ്യുക. കൃത്യമായ സമയത്ത് ഉറക്കം, നേരത്തെ ഉറങ്ങുക, രാത്രി ഭക്ഷണം കഴിവതും ലേറ്റ് ആക്കുക. അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഭക്ഷണം എപ്പോഴും മാറി മാറി കഴിക്കുക, വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കുക. ഈ ഒരു പോയിൻ്റ് ഒരു കൈപ്പത്തിയിൽ 200 പ്രാവശ്യം വീതം, 50 × 4 200 പ്രാവശ്യം വീതം, രാവിലെയോ ഉച്ചക്ക് വൈകിട്ട് മരുന്ന് കഴിക്കുന്ന മാതിരി ഇത് ചെയ്യാമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. കൂടാതെ അതോടൊപ്പം ഇതുണ്ട്, നമ്മൾ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു 10-20 പ്രാവശ്യം ചെയ്യുക. കാരണം നമ്മൾ വിരലുകളിൽ പൊങ്ങിയിട്ട് ലൂസാക്കിയിട്ട് ബോഡി താഴേക്ക് ഇട്ടേക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പൂറ്റി താഴെ വന്ന് നല്ല പ്രഷറിൽ വീഴും. ഇതിൽ സംഭവിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഹൃദയം എന്ന് പറയുന്ന കാഫ് മസിൽ, ഇവിടെ സർക്കുലേഷൻ നമുക്കുണ്ടാവും. ഇത് നമ്മളുടെ ബോഡിയിൽ മൊത്തം ശരിക്ക് പ്രതിഫലിക്കും. ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് ഡയബറ്റിക്കിൻ്റെ ശാസ്ത്രങ്ങൾ പറയുന്നത് 30.30 mg ബ്ലഡ് ഷുഗർ ലെവൽ ഇങ്ങനെ കാഫ് മസിൽ പ്രഷർ കിട്ടുന്നതുകൊണ്ട് കുറയുമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയബറ്റിക് ഉള്ളവർ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റും. ഓക്കെ.